നമസ്കാരം VVC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. CPIM കരിമണ്ണൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ AKG EMS ദിനാചരണം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് മുള്ളിരിങ്ങാട് SC കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 20-ന് സഹകരണ ജീവനക്കാർ പണിമുടക്കി നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. കരിമണ്ണൂർ പാഴൂക്കര നവഭാരത് ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. AIYF തൊടുപുഴ താലൂക്ക് സമ്മേളനം നടന്നു. സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം വാർഷിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ പാടത്തിൽ കടവ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. CPIM കരിമണ്ണൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ AKG EMS ദിനാചരണം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. CPIM അംഗത്തെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 4 അംഗങ്ങളിലൊരാളായി EMS മാറി. EMS ആദ്യമായി പോരാട്ടം നടത്തിയത് തന്റെ സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന സവർണാധിപത്യത്തിനെതിരായ പോരാട്ടം. 10,000 പറ നെല്ലിന്റെ പാടത്തിനുടമയാ മാത്രമല്ല, സവർണാധിപത്യത്തിന്റെ കോട്ട കൊത്തളങ്ങൾ വെട്ടിപ്പൊളിക്കാൻ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി മകാനായ EMSൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മാതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ നിന്ന് അന്നത്തെ സവർണ മേധാവികൾ വിലക്കി. കുടുംബത്തിലെ ഏറ്റവും ചെറിയ മകൻ, ഏറ്റവും ഇളയ പുത്രൻ തരത്തിൽ മാതാവിന്റെ ചിതയ്ക്ക് തിരികൊളുത്താൻ അവകാശപ്പെട്ട EMSൽ ചെന്നപ്പോ EMSലെ കണ്ടുകൊണ്ട് ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നീ ഈ ചിതയ്ക്ക് തിരികൊളുത്താൻ പറ്റില്ല, നീ പുരയന്റെയും പറയന്റെയും വീടുകളിൽ. അയൽവാസിയുടെ പുരയിടത്തിൽ നിന്ന് തീ പടർന്ന് കൃഷി കത്തി നശിച്ചു. ചാലങ്കോട് നടയം വടക്കേക്കര ജെയിംസ് ജോസിന്റെ ഒരേക്കർ കൃഷിയാണ് കത്തി നശിച്ചത്. 120ഓളം വാഴ, റബ്ബർ, കാപ്പി, തേക്ക്, മഹാഗണി, ആഞ്ഞിലി എന്നിവയാണ് തീ കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കൃഷിയിടത്തിൽ തീ പിടിച്ചത്. അയൽവാസിയുടെ പുരയിടത്തിൽ നിന്നും തീ കൃഷിത്തോട്ടത്തിലേക്ക് പടരുകയായിരുന്നെന്ന് ജെയിംസ് ജോസ് പറഞ്ഞു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് മുള്ളിരിങ്ങാട് SC കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മദ്യപാനം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതാത്ത പ്രവൃത്തികളെ സംബന്ധിച്ചൊക്കെ മദ്യപാനം കഴിഞ്ഞ് ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പലർക്കും ബോധ്യമാകും ഈ മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന്. പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയെയും അല്ലെങ്കിൽ മാതാവിനെയും മക്കളെയും ഒന്നും തിരിച്ചറിയാൻ പാടാത്ത അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പല ആളുകളും മാറുന്നത് നമുക്ക് പത്രമാധ്യമങ്ങൾ കൂടിയും ദൃശ്യമാധ്യമങ്ങൾ കൂടിയും ഒക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള അനുഭവങ്ങൾ കൂടിയും ഒക്കെ. വാർഡ് മെമ്പർ ചിന്നമ്മ ജോസഫ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KK ശാന്താമണി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹൈറുനിസ ജാഫർ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോസഫ്, സണ്ണി കളപ്പുര, TU ജോസ്, PE ബാലകൃഷ്ണൻ, N രവീന്ദ്രൻ, സരോജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിക്രമ നിവാരണവും സാമൂഹ്യ ബോധവൽക്കരണവും എന്ന വിഷയത്തിൽ തൊടുപുഴ എക്സൈസ് സബ് ഇൻസ്പെക്ടർ സുനിൽ രാജ്, കാളിയാർ SI പ്രിൻസ് ജോസഫ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. തകർന്നു കിടക്കുന്ന കോളപ്ര തലയനാട് റോഡ് നന്നാക്കത്തിൽ പ്രതിഷേധിച്ച് DYFI കോളപ്രയിൽ ധർണ നടത്തി. DYFI ബ്ലോക്ക് സെക്രട്ടറി ജോസിൽ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു.
കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ 2 പഞ്ചായത്തുകളായി വീതിച്ചെടുത്തുകൊണ്ട് 14 ലക്ഷം രൂപയും 11 ലക്ഷം രൂപയും ഓരോ പഞ്ചായത്തും വീതിച്ചെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഉപഭോക്തൃ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ പോലെ വഹിക്കാതെ സ്വന്തം പാർട്ടിക്കാരെ മാത്രം വഹിച്ചുകൊണ്ട് ഈ രൂപ സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി ബിജുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം EP ചന്ദ്രൻ, ആലക്കോട് സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു വർഗീസ്, NC മുഹമ്മദ്, TM മനോജ്, രഞ്ജു ഭാസ്കരൻ, അഖിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. മാർച്ച് 20-ന് സഹകരണ ജീവനക്കാർ പണിമുടക്കി നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ ജീവനക്കാരുടെ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഈ പ്രൈമറി തലത്തിൽ 9 സംഘടനകളാണ് പ്രൈമറി തലത്തിലുള്ളത്. 9 സംഘടനകളോട് കൂടി ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ മാസം 20-ാം തീയതി ജീവനക്കാരാകെ പണിമുടക്കിക്കൊണ്ട് നിയമസഭാ മാർച്ച് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ 5 ജില്ലകൾ നിയമസഭാ മാർച്ചും ബാക്കിയുള്ള ജില്ലകൾ വടക്കൻ ജില്ലകളിലെല്ലാം അതാത് ജോയിൻ്റ് രജിസ്റ്റർ ഓഫീസിലേക്ക് മാർച്ചുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ 3-4 ആവശ്യങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ മേഖലയിൽ ഇപ്പോൾ പ്രൈമറി തലത്തിൽ സാധാരണ സർവീസ് സഹകരണ ബാങ്കുകൾ ഒക്കെ ഇപ്പോൾ ബാങ്കിങ് ഇടപെടൽ നടത്തി സഹകരണ മേഖലയെ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും വേണ്ടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു, താലൂക്ക് പ്രസിഡന്റ് TH മൈദീൻ, സെക്രട്ടറി ആന്റണി മാത്യു എന്നിവർ പങ്കെടുത്തു. അറക്കുളം തുമ്പിച്ചിമലയിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. 40-ാം വെള്ളി ദിവസമായ മാർച്ച് 22-ന് രാവിലെ 9:30-ന് വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജേക്കബ് മുരിക്കൻ നേതൃത്വം നൽകും. തുടർന്ന് 11:30-ന് ഊട്ടുനേർച്ച. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 7:30-ന് അശോക് കവലിൽ നിന്ന് തുമ്പിച്ചിമലയിലേക്ക് കുരിശിന്റെ വഴി നടക്കും. തുടർന്ന് റവറന്റ് ഡോക്ടർ ജെയിംസ് എറത്തിൽ CMI പീഡാനുഭവ സന്ദേശം നൽകും. ഏപ്രിൽ 7-ന് പുതുഞായറും ആചരിക്കുമെന്ന് അറക്കുളം പുത്തൻപള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അറിയിച്ചു. കരിമണ്ണൂർ പാഴൂക്കര നവഭാരത ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞ ഏത് പ്രസ്ഥാനവും വളർത്തിയെടുക്കാൻ കഴിയും, വളരാനും കഴിയും. ജനങ്ങളല്ല കുറ്റക്കാർ, ജനങ്ങൾ അതിന് പിറകിലുണ്ട്. നടക്കും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് ഇറങ്ങാൻ ആളുകളുണ്ട്. ഒത്തിരി പേര് വേണ്ട ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ആളുകളുണ്ടാവും. അതിന്റെ തെളിവിലേത് ഇത് വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഹിന്ദുസ്ഥാന പ്രസ്ഥാനത്ത് ഈ പൊതുരംഗത്തുള്ള ആളുകൾക്കൊക്കെ എന്താ നിറഞ്ഞ മനസ്സോടുകൂടി വീക്ഷിക്കാൻ കഴിയുന്നൊരു അവസ്ഥയാണ്. ഇടുക്കി ജില്ലയിലെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം കൂടെങ്കിൽ അതിന്റെ ഭാരവാഹികൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നതെന്നറിയാം. ഞങ്ങളെയൊക്കെ പടമെടുക്കാൻ 10 പ്രാവശ്യം വരുമ്പോൾ ശുഷ്കമായി സദസ്സിനുകൊണ്ട് ഈ BBC ഞങ്ങളെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നതല്ല, വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ആരെയും നവഭാരത് ലൈബ്രറി പ്രസിഡന്റ് PT ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ പുസ്തക വിതരണം ഉദ്ഘാടനവും തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോസഫ് മൂലശ്ശേരി ബാലവേദി ഉദ്ഘാടനവും നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ അബ്രാഹാം മുഖ്യപ്രഭാഷണം നടത്തി. പോൾ കുഴിപ്പള്ളിൽ, AS ഇന്ദിര, സൗമ്യ ഷാജി, NA ജെയിംസ്, തൊമ്മങ്കുത്ത് ജോയ്, കുര്യൻ പതിക്കാട്ടിൽ, PM ജോർജ്, ജോളി M മുരിങ്ങമറ്റം എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറി സെക്രട്ടറി MJ ജോസ് മാറാട്ടിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബിജു ഐസക് നന്ദിയും പറഞ്ഞു. ശബരി റെയിൽവേ സംരക്ഷണ സമിതി ആഭിമുഖ്യത്തിൽ മാർച്ച് 20-ന് തൊടുപുഴയിൽ ബഹുജന ധർണ നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരി റെയിൽവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനവും ബഹുജന ധർണയും ഒരുക്കങ്ങൾ പൂർത്തിയായി. 1988 രാജീവ് ഗാന്ധിയുടെ കാലത്ത് വന്ന പ്രപ്പോസലാണ് ശബരിപാതയുടെ. നീണ്ട 24 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശബരിപാത തുടങ്ങിയ വില്ലേജിൽ തന്നെ നിൽക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയാണ് നിലവിലുള്ളത്. നാളിതുവരെ കേന്ദ്ര റെയിൽവേ ബോർഡ് 187 കോടി രൂപ അനുവദിച്ചിട്ടും
അതിൽ 71.22 കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത്. ബാക്കി 115.44 കോടി രൂപ ലാപ്സായി പോവുകയാണ് ഉണ്ടായത്. ഭൂമി ഏറ്റെടുക്കാത്തതിലും ജനപ്രതിനിധികളുടെ കുറ്റകരമായ അനാസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ട് 20 വൈകിട്ട് 5 തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ ധർണ ഉദ്ഘാടനം ചെയ്യും. 24 വർഷമായിട്ടും പൂർത്തീകരിക്കപ്പെടാതെ എഴിഞ്ഞു നീങ്ങുന്ന ശബരി റെയിൽവേ പദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ഇച്ഛാശക്തിയില്ലായ്മയും കഴിവുകേടുമാണ് പ്രകടമാകുന്നതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ശബരി റെയിൽവേ സംരക്ഷണ സമിതി ചെയർമാൻ OS സമദ്, കൺവീനർ TM അബ്ദുൽ കരീം, PV അച്ചാമ, ES അലീൽ, രാജൻ കാട്ടാമ്പിളിൽ എന്നിവർ പങ്കെടുത്തു. AIYF തൊടുപുഴ താലൂക്ക് സമ്മേളനം നടന്നു. CK ചന്ദ്രപ്പൻ നഗറിൽ നടന്ന സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു തൊഴിലവസരം കൊടുക്കുന്നതിനെ കുറിച്ചോ സർവീസിൽ തൊഴിൽ ലഭിക്കുന്നതിനെ കുറിച്ചോ ഒഴിവുള്ള PSC നിയമനങ്ങൾ നടത്തുന്നതിനെ കുറിച്ചോ ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്നതിന് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ അടങ്ങുന്ന യാതൊരുവിധ നിർദ്ദേശങ്ങളുമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടുവേദന കാരണം പൂർണ്ണമായി പറയാൻ കഴിയാത്തത് പുറത്തിറങ്ങി പറഞ്ഞ ഒരു വിഷയമുണ്ട്. 2.5 മണിക്കൂർ പ്രസംഗമായിരുന്നു KM മാണി നടത്തിയത്. 2.5 മണിക്കൂറിനകം ഇരിക്കുകയും ഏൽക്കുകയും വെള്ളം കുടിക്കുകയും കുടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത ബഡ്ജറ്റ് സമ്മേളനത്തിൽ പറയാത്ത കാര്യം ആ സമ്മേളനത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ബഡ്ജറ്റ് സമ്മേളനത്തിനോട് അനുബന്ധിച്ച് പുറത്ത് നടത്തിയ പത്രലേഖനോടുള്ള AIYF താലൂക്ക് പ്രസിഡന്റ് VS സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI താലൂക്ക് സെക്രട്ടറി PP ജോയ്, AIYF ജില്ലാ പ്രസിഡന്റ് PR പ്രമോദ്, PK സോമൻ, ഗീത തുളസീധരൻ, PG വിജയൻ, മോളി രാജു, ബാബു ജോസഫ്, മുഹമ്മദ് അഫ്സൽ, KP വിനീത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നടത്തിയ ശില്പശാല സമാപിച്ചു. സമാപന സമ്മേളനം BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ആ റിപ്പോർട്ടിന്റെ ഒരു മറാഠി പതിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കർഷക സംഘടനകൾ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോട് പ്രതികൂലമായിട്ടാണ് മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് തയ്യാറായത്. അവസാനം നിയമസഭക്കത്തെ വലിയ ഒച്ചപ്പാടുണ്ടാക്കേണ്ടി വന്നു. അവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരു ദിവസം നിയമസഭ ബഹിഷ്കരിക്കേണ്ടി വന്നു. നിയമസഭയിൽ വലിയ ബഹളം ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ വലിയ പ്രക്ഷുബ്ധതയുണ്ടാക്കിയതിനു ശേഷമാണ്, വലിയ ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അവസാനം മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ ഒരു മറാഠി പതിപ്പ് തയ്യാറാക്കി കർഷകന്മാർക്ക് കൊടുക്കാം, ജനപ്രതിനിധികൾക്ക് കൊടുക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോഴും കേരളത്തിൽ ഇതിന്റെ ഒരു മലയാള പതിപ്പ് വേണോ എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ വേണമെന്ന് തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NC ഇന്ദുചൂടൻ മുഖ്യപ്രഭാഷണം നടത്തി. SPCA ജില്ലാ സെക്രട്ടറി MN ജയചന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് PP സാനു എന്നിവർ പ്രസംഗിച്ചു. KS അജി സ്വാഗതവും PK രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഇടുക്കി ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം വാർഷിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം BMS ജില്ലാ പ്രസിഡന്റ് NP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഭാരതത്തിലെ തൊഴിലാളി രംഗത്ത് വേറിട്ട ശബ്ദമായി നിലകൊണ്ടുകൊണ്ട് ഒരു തൊഴിലാളി സംഘടന ഭാരതത്തിലെ തൊഴിലാളികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് തികച്ചും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന, തൊഴിലാളി പക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന ഭാരതത്തിന് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ദത്തോപാന്തു നെഹ്റുജി ഭാരതീയ മസ്ദൂർ സംഘം പോലെയുള്ള ഒരു ദേശീയ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ദേശീയ ബോധമുള്ള തൊഴിലാളികളുടെ വ്യവസായം, വ്യവസായികൾക്കുള്ള രാഷ്ട്രമെന്ന മഹത്തായ മുദ്രാവാക്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ചന്ദ്രകുന്നിൽ അൽഫോൻസ നഗർ പാടത്തിൽ കടവ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് മെമ്പർ ജോയി മൈലാടി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ അനേക വർഷങ്ങളായി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മറ്റ് പ്രദേശങ്ങളിലൂടെ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ അല്ലെങ്കിൽ ഒരു കാറിൽ ഒക്കെ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ തങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു റോഡ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളുടെ
ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, സഫലമാക്കുന്നതിന് വേണ്ടി നമ്മളെ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. CPIM കരിമണ്ണൂർ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ AKG EMS ദിനാചരണം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് മുള്ളിരിങ്ങാട് SC കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 20-ന് സഹകരണ ജീവനക്കാർ പണിമുടക്കി നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. കരിമണ്ണൂർ പാഴൂക്കര നവഭാരത് ലൈബ്രറിയുടെയും റീഡിംഗ് റൂമിന്റെയും ഉദ്ഘാടനം നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. AIYF തൊടുപുഴ താലൂക്ക് സമ്മേളനം നടന്നു. സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം വാർഷിക സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ പാടത്തിൽ കടവ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.